മനസ്സിൽ നിന്നും മായാത്ത വടക്കുനാഥൻ. ഈ പ്രദക്ഷിണ വീതികൾ, ഇടറിവിണ്ട പാതകൾ, മനസ്സിൽ നിന്നും മായാത്ത വരികൾ. ഭക്തിഗാനം ചേർക്കാം, പക്ഷേ തൃശ്ശൂരിനെ അടയാളപ്പെടുത്തുന്ന സ്വന്തം പാട്ട് തന്നെയാണ് ഇവിടെ ചേർക്കാൻ നല്ലത്. മഹാശിവരാത്രിയാണ്. മഹാശിവരാത്രിയായാലും വടക്കുന്നാഥന് പുറത്ത് ചടങ്ങുകളൊന്നും തന്നെയില്ല. ഇന്നൊരു പൂരം നടക്കുന്നുണ്ട്. പൂരത്തെ കുറിച്ചുള്ള കഥ പറയാം. അശോകേശ്വരം തേവരുടെ പള്ളിവേട്ട ആഘോഷമാണ്. തൃശ്ശൂർ പൂരത്തിന്റെ ഒരു മിനിയേച്ചറായ മറ്റൊരു പതിപ്പാണ് നടക്കുന്നത്. മനോഹരമായ അലങ്കാരമാണ്. ഒരു നഗരം മുഴുവൻ ക്ഷേത്രമായി മാറുന്ന അപൂർവ കാഴ്ചയാണ് തൃശ്ശൂരിന് ശിവരാത്രി സമ്മാനിക്കുന്നത്. ഭക്തി നിർഭരമാണ് ശിവരാത്രി ആഘോഷം. പൂരം ആഘോഷ നിർഭരമാണ്. അതെ, വ്യത്യസ്തമാണ് തൃശ്ശൂരിന്റെ എല്ലാ കാഴ്ചകളും. വടക്കുന്നാഥനില് ശിവരാത്രിക്ക് തൃശ്ശൂർ പൂരം കാണാനായിട്ട് രാത്രി 12 മണിക്ക് 1 മണിക്ക് ഇതാ സുമചേച്ചി ഉണ്ട്, ലത ചേച്ചി ഉണ്ട്. ഇത് രാധാകൃഷ്ണേട്ടൻ അതിൽ നടക്കുന്നുണ്ട്. ഇനി കണ്ടില്ല എന്ന് പറയണ്ട. അല്ല രാധാകൃഷ്ണേട്ടാ, നമ്മൾ ഒരു തൃശ്ശൂർ പൂരം കാണാനായിട്ട് വരികയാണ്. അത് ഇങ്ങനെ ഒരു തൃശ്ശൂർ പൂരം ഉള്ളതായിട്ട് അധികം പേർക്ക് അറിയില്ല. വേറിട്ടൊരു തൃശ്ശൂർ പൂരം അശോകേശ്വരം തേവരുടെ പള്ളിവേട്ടയാണെന്നാണ് അറിവ്. ഇങ്ങനൊരു കഥയുണ്ട്. ഈ കഥ നമുക്ക് വേണ്ടപ്പെട്ടവരെ കൊണ്ട് പറയിപ്പിക്കാം. എന്തായാലും ഇവരിപ്പോൾ പൂരം കാണാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട ആളുകളാണ്. ഇവരുടെ കൂടെ നമുക്ക് പൂരം കാണാം. രാഗം തേടുവതും രാഗമായി ദേവനുമനുരാഗിയാം അമ്പലപ്രാവേ. ഈ പ്രദക്ഷിണ വീഥികൾ, ഇടറിവിണ്ട പാതകൾ, എന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതു. ഈ പ്രദക്ഷിണ വീഥികൾ, ഇടറിവിണ്ട പാതകൾ, എന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതു. കണ്ണുകളാൽ അർച്ചന, മൗനങ്ങളാൽ കീർത്തനം, എല്ലാം എല്ലാം അറിയും നീ ഗോപുരവാതിൽ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുംനാഥന്റെ മുൻപിൽ. പാടുവതും രാഗം നിൻ, തേടുവതും രാഗമായി ദേവനുമനുരാഗിയാം അമ്പലപ്രാവേ. ഇതിപ്പോൾ പറയുമ്പോൾ ശരിക്കും തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ദേവീദേവന്മാരും വടക്കുന്നാഥിലെത്തുന്നത് ശിവരാത്രി ദിവസമാണ്. അത് കാരണം എന്താ വെച്ചാൽ ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിലാണ് തൃശ്ശൂർ പൂരം മുഴുവൻ നടക്കുന്നത്. വടക്കുന്നാഥൻ ഒരു കാഴ്ചക്കാരൻ മാത്രമാണ്. പക്ഷേ ഈ വടക്കുന്നാഥന് നന്ദി പറയാൻ വേണ്ടി ശക്തൻ തമ്പുരാൻ അന്ന് പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിയാണ് ഈ രാത്രി ശിവരാത്രി പൂരം. അതായത് അതിനുവേണ്ടി ശക്തൻ തമ്പുരാൻ്റെ പ്രതിനിധിയായി അശോകേശ്വരൻ ദേവർ നെടുനായകത്വം വഹിച്ച് തിരുവമ്പാടിയിലും പാറമേക്കാവിലും 2 ഭാഗത്ത് നിർത്തി തിരുവമ്പാടിയുടെ ചെറുപൂരങ്ങൾ ഒരു ഭാഗത്തും പാറമേക്കാവിൻ്റെ ചെറുപൂരങ്ങൾ ഒരു ഭാഗത്തും, അങ്ങനെ 10 ചെറുപൂരങ്ങളും അശോകേശ്വരൻ ദേവന് 11 ആനകളാണ് ഇതിൽ പങ്കെടുക്കുക. എല്ലാ സ്ഥലത്തും ഓരോ ആനകളോട് എഴുന്നള്ളി വരും. അതിനുശേഷം എന്താ വെച്ചാൽ അശോകേശ്വരൻ ദേവര് രാജാവാണ്, ശക്തൻ തമ്പുരാനാണ്. അപ്പോൾ ഭഗവാൻ ശരിക്കും രാജാവ് നയിക്കണം എന്നുള്ളൊരു ചിന്തയുള്ള കാരണം തൃപ്പ കഴിഞ്ഞ് ഭഗവാൻ ഉറങ്ങിയ ശേഷം മാത്രമേ അശോകേശ്വരൻ ദേവരെ അകത്തേക്ക് കയറുള്ളൂ. അങ്ങനെ ഒരു ഐതിഹ്യം കൂടിയുണ്ട്. എന്ന് വെച്ചാൽ എവിടെയും രാജാവ് നയിക്കണം എന്നുള്ളൊരു ഐതിഹ്യം കാരണം വടക്കുന്നാഥൻ തൃപ്പ കഴിഞ്ഞ് ഉറങ്ങിയ ശേഷം മാത്രമേ, തൃപ്പയുടെ 3 കഥം പൊട്ടിയ ശേഷം മാത്രമേ അശോകേശ്വരൻ ദേവരെ അകത്തേക്ക് കയറുള്ളൂ. ഈ പൂരം തൃശ്ശൂർ പൂരത്തെ എല്ലാ ദേവീദേവന്മാരും പണ്ട് ചെറിയ വഴിപാട് പോലെയാണ്, ഇപ്പോൾ വളരെ ഭംഗിയായി എല്ലാ സ്ഥലത്തും നല്ല പഞ്ചവാദ്യം മേളം എല്ലാം കൂടി വൃത്തിയായിട്ട് കൊണ്ട് നടക്കുന്ന പൂരമാണ്. ഇപ്പോൾ ചെമ്പുക്കാവ് ഭഗവതി,
അശ്വേശ്വരത്തിൽ വരും. എന്ന് വെച്ചാൽ ഭഗവതി രാജാവിനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. അവിടുന്ന് വന്ന് ഈ കൗസ്തുഭത്തിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ തിരുവമ്പാടി ഭഗവതി കൂടെ ചേരും. ഈ രണ്ട് ഭഗവതിമാരും കൂടി അശ്വേശ്വരൻ ദേവരെ ഇവിടേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരികയാണ് ചെയ്യണം. അത് വടക്കുന്നാൻ്റെ അടുത്ത് ഈ രണ്ടുപേരും കൂടി ഇവരെ വന്ന് കൂട്ടി എഴുന്നള്ളിപ്പോട് കൂടി ഒരു ഭാഗത്ത് പാർമക്കാവ് ഭഗവതിയും ഒരു ഭാഗത്ത് തിരുവമ്പാടി ഭഗവതിയും നിന്ന് ബാക്കി എല്ലാം കൂടിയുള്ളൊരു ചെറിയ മിനി പൂരം, മിനി തൃശ്ശൂർ പൂരമാണ് ഈ ശിവരാത്രി പൂരം എന്ന് പറയുന്നത്. അശോകേശ്വരം തേവരെ ചെമ്പുക്കാവ് ഭഗവതിയും തിരുവമ്പാടി ഭഗവതിയും കൂടി ആനയിക്കുന്നു. അപൂർവ സുന്ദരമായ ഒരു കാഴ്ച. ലോകത്തറിയാത്ത പൂരത്തിൻ്റെ നാട്ടിലെ മറ്റൊരു മഹാപൂരം. കഥകളും ഐതിഹ്യങ്ങളും പറഞ്ഞാൽ തീരാത്തത്രയുണ്ട്. പണ്ട് കാലത്തൊക്കെ ആരുമില്ലാതെ നടന്നിരുന്ന പൂരമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ വലിയ ജനത്തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഏതാണ്ട് ഒരു 1:30-ക്കൊക്കെയാണ് വിളക്കാചാരം വരുന്നത്. അശോകേശ്വരം തേവരോടൊപ്പം ചെമ്പുകാവ് ഭഗവതിയും തിരുവമ്പാടി ഭഗവതിയും വടക്കുന്നാഥനിലേക്ക് എഴുന്നള്ളി വരുമ്പോഴേ വടക്കുന്നാഥനിൽ പാറമക്കാവ് ഭഗവതി, അതുപോലെ തന്നെ ചൂരക്കട്ടവ് ഭഗവതി, നെയ്തലക്കാവ് ഭഗവതി, കണിമംഗലം ശാസ്താവ്, അയ്യന്തോൾ ഭഗവതി, ലാലൂർ ഭഗവതി, പനമക്കുമ്പള്ളി ശാസ്താവ്, കാരമക്ക് ഭഗവതി, അവരാണിപ്പോൾ തടമ്പ് ഏറ്റുന്നത്. വ്യത്യസ്തമായ ഒരുപാട് കഥകൾ ഇതിൻ്റെ പിറകിലൊക്കെ പറയാനുണ്ട്. ഇപ്പം നിലവിൽ നടക്കുന്നത് അശോകേശ്വരം തേവരുടെ വിളക്കാചാരമാണ്. പള്ളിവേട്ടയുടെ ശക്തൻ്റെ കോവിലകത്തിനോട് ചേർന്നാണല്ലോ അശോകേശ്വരം ക്ഷേത്രം. അതുകൊണ്ടാണ് രാജാവിൻ്റെ സ്ഥാനമാണ് അശോകേശ്വരം ശിവനുള്ളത് എന്നും പറയപ്പെടുന്നതും അറിയുന്നതും കേൾക്കുന്നതുമായ കഥകളുടെ ഒരു രാവ്. മഹാശിവരാത്രിക്ക് വേറിട്ട ഒരാഘോഷം. അതിവിടെ മാത്രമല്ല, പെരുവനത്തും ഇതുപോലെ ഒരു കൂടിച്ചേരലുണ്ട്. മനുഷ്യൻ്റെ കൂടിച്ചേരലുകൾക്കപ്പുറം ദേവന്മാരുടെ കൂടിച്ചേരലുകളുടെ സംഗമസ്ഥാനം കൂടിയാണ് നമ്മളീ കാണുന്ന പുണ്യഭൂമി.